നമസ്കാരം. ഒരൊറ്റ ആറ്റത്തിന്റെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ഭയങ്കരമായ ഒരു ശക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, നമ്മൾ ന്യൂക്ലിയർ ഫിഷന്റെ ലോകത്തേക്ക് കടക്കുകയാണ്. ഒന്നോർത്തു നോക്കൂ, ഒരൊറ്റ യുറേനിയം ആറ്റം വിഘടിക്കുമ്പോൾ ഏകദേശം 200 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഊർജ്ജമാണ് പുറത്തേക്ക് വരുന്നത്. ഒരു കൽക്കരി ആറ്റം കത്തുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങാണിത്. ഇത്ര ഭീമമായ ഒരു ഊർജ്ജത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ സ്വാഭാവികമായും ഒരു സംശയം വരാം, അല്ലേ? ഇത്രയധികം ഊർജ്ജം ചുറ്റുമുള്ള വസ്തുക്കളിൽ ഒളിനിരിപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ലോകം മുഴുവൻ സ്വയം പൊട്ടിത്തെറിക്കാത്തത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ആദ്യം തേടുന്നത്. ശരി, നമുക്കിതിന്റെ ഉള്ളിലേക്കിറങ്ങി നോക്കാം. ആദ്യത്തെ ഭാഗത്തിൽ എന്താണ് ഈ ഊർജ്ജത്തെ ആറ്റത്തിനുള്ളിൽ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ ലളിതമായി പറഞ്ഞാല് ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ. ഭാരമുള്ളൊരു ന്യൂക്ലിയസ് ഏതാണ്ട് രണ്ടായി പിളരുന്നു. അങ്ങനെ പിളരുമ്പോൾ കുറച്ച് പിണ്ഡം, അതായത് മാസ്, ഊർജ്ജമായിട്ട് പുറത്തുവരുന്നു. അപ്പോ എന്തുകൊണ്ടാണ് ഈ ആറ്റങ്ങളൊന്നും വെറുതെ ഇരുന്ന് പൊട്ടിത്തെറിക്കാത്തത്? അതിന് കാരണം കൂളം ബാരിയർ എന്ന് പറയുന്ന ഒരു അദൃശ്യമായ മതിലാണ്. ന്യൂക്ലിയസിനകത്തെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ ഒരേ ചാർജ് ആയതുകൊണ്ട് പരസ്പരം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കും. ഈ തള്ളലാണ് ഒരു മതില് പോലെ പ്രവർത്തിച്ച് ന്യൂക്ലിയസിനെ പൊട്ടാതെ പിടിച്ചു നിർത്തുന്നത്. ഈ മതിലിന്റെ ഉയരം എത്രയാണെന്നറിയാമോ? യുറേനിയം 238ന്റെ കാര്യത്തിൽ അത് ഏകദേശം 250 MeV ആണ്. അതായത് ഫിഷൻ നടക്കുമ്പോൾ പുറത്തുവരുന്ന 200 MeV ഊർജ്ജത്തെക്കാളും വലുതാണീ തടസ്സം. അതുകൊണ്ടാണ് ന്യൂക്ലിയസുകൾ സ്വയം വിഘടിച്ചു പോകാത്തത്. അപ്പോ കേന്ദ്രമായ കാര്യം ഇതാണ്. ഈ പൂട്ട് തുറക്കണമെങ്കിൽ, അതായത് ഫിഷൻ നടക്കണമെങ്കിൽ, പുറത്തുനിന്ന് ഒരു താക്കോല് വേണം. ആ താക്കോലാണ് നമ്മൾ കൊടുക്കുന്ന അധിക ഊർജ്ജം. ഓക്കെ, ഒരൊറ്റ ആറ്റത്തിൽ ഫിഷൻ നടത്താൻ നമ്മൾ പഠിച്ചു. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമില്ലല്ലോ. ഇതിനെ എങ്ങനെ ഒരു തുടർപ്രക്രിയയാക്കി വലിയൊരു ഊർജ്ജ സ്രോതസ്സാക്കി മാറ്റാം? അതാണ് ചെയിൻ റിയാക്ഷൻ. ഇതൊരു ഡോമിനോ കട്ടകൾ മറിച്ചിടുന്നതുപോലെയാണ് ശരിക്കും. ഒരു ന്യൂട്രോൺ ഒരു യുറേനിയം ന്യൂക്ലിയസിൽ ചെന്നിടിക്കുന്നു, അത് പിളരുന്നു. ആ പിളരലിൽ ഊർജ്ജവും പിന്നെ 2-3 പുതിയ ന്യൂട്രോണുകളും ഉണ്ടാകുന്നു. ആ പുതിയ ന്യൂട്രോണുകൾ അടുത്ത ന്യൂക്ലിയസുകളെ ഇടിച്ചു പിളർത്തുന്നു. ഇതിങ്ങനെ അതിവേഗം പടർന്നു പിടിക്കും. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. പ്രകൃതിയിൽ കാണുന്ന യുറേനിയത്തിൽ 99%-ലധികവും യുറേനിയം 238 ആണ്. പക്ഷേ നമ്മൾ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത് വളരെ കുറഞ്ഞ അളവിലുള്ള യുറേനിയം 235 ആണ്. എന്താണിതിന് കാരണം? ഇതിന്റെ ഉത്തരം ഒരു ചെറിയ കൗതുകത്തിലാണിരിക്കുന്നത്. ഒറ്റ സംഖ്യയിൽ ന്യൂട്രോണുകളുള്ള U235ന് ഒരു ന്യൂട്രോൺ കൂടി കിട്ടുമ്പോൾ അത് കൂടുതൽ സ്ഥിരതയുള്ള ഒരവസ്ഥയിലേക്ക് മാറുന്നു. ഈ മാറ്റം ഒരു അധിക ഊർജ്ജം നൽകും. അത് ഫിഷൻ എളുപ്പമാക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഇരട്ട സംഖ്യയിലുള്ള U238ന് ഈ ഭാഗ്യമില്ല. അതിന് ഫിഷൻ നടക്കണമെങ്കിൽ നല്ല ശക്തിയുള്ള വേഗതയേറിയ ന്യൂട്രോൺ തന്നെ വന്നിരിക്കണം. അതുകൊണ്ടാണ് U235 ഒരു മികച്ച ഇന്ധനമായി മാറുന്നത്. അപ്പോൾ ഈ അതിശക്തമായ ഊർജ്ജത്തെ നമുക്കെങ്ങനെ മെരുകിയെടുത്ത് നല്ല കാര്യങ്ങൾക്കുപയോഗിക്കാം? അവിടെയാണ് ന്യൂക്ലിയർ റിയാക്ടറുകൾ ചിത്രത്തിലേക്ക് വരുന്നത്. ഈ ഭീമമായ ഊർജ്ജത്തെ നിയന്ത്രിക്കുക എന്ന വലിയ എഞ്ചിനീയറിംഗ് വെല്ലുവിളിയെക്കുറിച്ചാണ് അടുത്തത്. ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കാൻ പ്രധാനമായും ഈ സാധനങ്ങളൊക്കെ വേണം. ഇന്ധനം, പിന്നെ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ ഒരു മോഡറേറ്റർ, റിയാക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഒരു സിസ്റ്റം, ഉണ്ടാകുന്ന ചൂട് പുറത്തെടുക്കാൻ ഒരു കൂളന്റ്, പിന്നെ റേഡിയേഷനിൽ നിന്ന് രക്ഷ നേടാൻ ഷീൽഡിംഗ്. ഇവയെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. മോഡറേറ്റർ സാധാരണയായി വെള്ളം. അതിവേഗം പായുന്ന ന്യൂട്രോണുകൾക്ക് ഒരു സ്പീഡ് ബ്രേക്കർ പോലെ പ്രവർത്തിക്കുന്നു. നിയന്ത്രണ ദണ്ഡുകൾ ഒരു സ്പോഞ്ച് പോലെയാണ്. ആവശ്യമില്ലാത്ത ന്യൂട്രോണുകളെ വലിച്ചെടുത്ത് റിയാക്ഷൻ അതിരുകടക്കാതെ നോക്കുന്നു. ഈ പ്രവർത്തനത്തിലുണ്ടാകുന്ന ഭയങ്കരമായ ചൂട് കൂളന്റ് ഉപയോഗിച്ച് പുറത്തെടുത്ത് വെള്ളം തിളപ്പിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉണ്ടാക്കുന്നു. റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നത് ഒരു സർക്കസിലെ കളി പോലെയാണ്, ഒരു നൂൽപാലത്തിൽ കൂടെ നടക്കുന്നതുപോലെ. ഒരു ഫിഷൻ കൃത്യമായി അടുത്ത ഒരു ഫിഷന് മാത്രം കാരണമാകുന്ന അവസ്ഥ, അതാണ് ക്രിട്ടിക്കാലിറ്റി. ഇതിൽ കുറഞ്ഞാൽ റിയാക്ഷൻ നിന്നുപോകും, കൂടിയാൽ അത് നിയന്ത്രണാതീതമാകും. ഈ ബാലൻസ് നിലനിർത്തുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇനി നമുക്കിതിന്റെ വലിയ ചിത്രത്തിലേക്ക് നോക്കാം. ഈ സാങ്കേതികവിദ്യ നമ്മുടെ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? ഇതിന്റെ നല്ലതും ചീത്തയുമായ വശങ്ങൾ എന്തൊക്കെയാണ്?
ഈ പുറത്തുവരുന്ന ഊർജം എങ്ങോട്ടാണ് പോകുന്നത്? അതിന്റെ സിംഹഭാഗവും ഏകദേശം 82% വിഘടിച്ചുണ്ടാകുന്ന പുതിയ ഭാഗങ്ങളുടെ ചലനമായിട്ടാണ് മാറുന്നത്, അതായത് ചൂടായി മാറുന്നു. ഈ ചൂട് ഉപയോഗിച്ചാണ് പവർ പ്ലാന്റുകൾ വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഏതൊരു വലിയ ശക്തിയും പോലെ ഫിഷനും 2 മുഖങ്ങളുണ്ട്. ഒരു വശത്ത് അത് നമുക്ക് ധാരാളം ശുദ്ധമായ ഊർജം തരുന്നു, മറുവശത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾ അപകടകരമായി നിലനിൽക്കുന്ന റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങളുണ്ടാക്കുന്നു. ഇനി നിയന്ത്രണം വിട്ടുപോയാൽ അത് വിനാശകാരിയായ ഒരു ആയുധമായും മാറും. റിയാക്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ വേറൊരു പ്രശ്നക്കാരൻ കൂടിയുണ്ട്. ഫിഷനിലൂടെയുണ്ടാകുന്ന സെനോൺ 135 പോലുള്ള ചില വസ്തുക്കൾ ന്യൂട്രോണുകളെ വിഴുങ്ങുന്ന ഒരു വിഷം പോലെ പ്രവർത്തിക്കും. ഇത് ചെയിൻ റിയാക്ഷനെ തടസ്സപ്പെടുത്തുകയും റിയാക്ടറിന്റെ പ്രവർത്തനം വളരെ സങ്കീർണമാക്കുകയും ചെയ്യും. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ കഥയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന, ഏറ്റവും അവിശ്വസനീയമായ ഒരു ഭാഗമാണ്. മനുഷ്യൻ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കുന്നതിനും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതി തന്നെ അത് ചെയ്തിരുന്നു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ന്യൂക്ലിയർ ഫിഷൻ എന്ന ഈ പ്രതിഭാസത്തെ ആദ്യമായി നിയന്ത്രിച്ചുപയോഗിച്ചത് നമ്മൾ മനുഷ്യരല്ല. ഈ ടൈംലൈൻ കണ്ടാൽ നിങ്ങൾ അതിശയിച്ചു പോകും. ഏകദേശം 200 കോടി വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ ഗാബോണിൽ പ്രകൃതിയിലെ യുറേനിയം 235ന്റെ അളവ് സ്വാഭാവികമായി 3% ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഭൂഗർഭജലം ഒരു മോഡറേറ്ററായി പ്രവർത്തിച്ച് അവിടെ ഒരു പ്രകൃതിദത്ത ന്യൂക്ലിയർ റിയാക്ടർ പ്രവർത്തിച്ചിരുന്നു. അതായത് നമ്മളിന്ന് കൃത്രിമമായി ചെയ്യുന്ന അതേ കാര്യം. ഇതെങ്ങനെയാണ് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായതെന്നല്ലേ? അവിടുത്തെ യുറേനിയം അയിര് പരിശോധിച്ചപ്പോൾ ഫിഷനിലൂടെ മാത്രമുണ്ടാകുന്ന ചില പ്രത്യേക ഐസോടോപ്പുകൾ അവർ കണ്ടെത്തി. അത് പ്രകൃതിയുടെ സ്വന്തം റിയാക്ടറിന്റെ ഉപേക്ഷിച്ചുപോയ തെളിവുകളായിരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: നമ്മൾ ആറ്റത്തിന്റെ ശക്തിയെ തുറന്നുവിട്ടു, അത് നമുക്ക് വൈദ്യുതി നൽകുന്നു, പക്ഷെ ഒപ്പം വലിയ അപകടസാധ്യതകളും മാലിന്യങ്ങളും സൃഷ്ടിക്കുന്നു. ഈ അതിശക്തമായ ഊർജത്തിന്റെ എല്ലാ പ്രത്യാഘാതങ്ങളെയും കൈകാര്യം ചെയ്യാൻ മനുഷ്യരാശിക്ക് ശരിക്കും സാധിക്കുമോ? ഈ ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഈ വിശകലനം ഇവിടെ നിർത്തുന്നു.